ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല പഞ്ഞി പോലുള്ളൊരു കൽത്തപ്പാണ്. അപ്പോൾ ഈ ഒരു കൽത്തപ്പത്തിൻ്റെ വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി ചേർക്കുന്നുണ്ട്. ഈ ഒരു പച്ചരി 2 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ ചോറ്, അപ്പോൾ 3 ടേബിൾ സ്പൂൺ ചോറും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 2 ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെല്ലം നമുക്ക് ഉരുക്കാൻ വേണ്ടി വെക്കാം. അതായത് 3 ആണി വെല്ലമാണ് എടുത്തിട്ടുള്ളത്. 3 ആണി വെല്ലത്തിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. വെല്ലം നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഒരു പച്ചരിയുടെ മിക്സിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കണം. ചൂടോടുകൂടി തന്നെ ഈ ഒരു വെല്ലത്തിൻ്റെ സിറപ്പ് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ വെല്ലത്തിൻ്റെ മിക്സ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചരിയുടെ ഒരു ബാറ്ററും അതുപോലെ ഈ ഒരു വെല്ലത്തിൻ്റെ സിറപ്പും രണ്ടും ഒരുപോലെ യോജിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാനുള്ള ടൈം എന്ന് പറയുമ്പോൾ ഒരു 20 to 25 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. അതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് വെന്തിനൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.